യമനിലെ സ്റ്റീൽ ഫാക്ടറിയിൽ അമേരിക്ക ബോംബിട്ടു. രണ്ടാമത്തെ പ്രാവശ്യമാണ് യമനിൽ കടന്നു കയറിക്കൊണ്ട് അമേരിക്ക ആക്രമിക്കുന്നത്. തിരിച്ചടിയായി അമേരിക്കയുടെ കപ്പലിന് യമൻ തീയിടുകയും ചെയ്തു. അതിശക്തമായിരിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന കപ്പലിനെ നിരന്തരം ആക്രമിച്ചുകൊണ്ടാണ് അതിന് തീയും പുകയും വരുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയത് എന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ആറാമത്തെ തവണയാണ് ഈ കപ്പലിന് നേരെ യമന്റെ ഭാഗത്തുനിന്ന് ആക്രമണം നടത്തുന്നത്. അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ആയുധങ്ങൾ പലതരത്തിൽ മാറ്റിക്കൊണ്ടുമുള്ള ആക്രമണമാണ് യമൻ നടത്തുന്നത് എന്നതിനാൽ വളരെ പെട്ടെന്ന് ഇതിനെ കണ്ടെത്തി പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ അമേരിക്കക്ക് സാധിക്കുന്നില്ല. അങ്ങനെ ആക്രമണത്തോടനുബന്ധിച്ച് കപ്പലിന് തീപിടിക്കുകയും തീയും പുകയും ഉയർന്നതായിരിക്കുന്ന വീഡിയോസുകളും യമൻ പുറത്തിറക്കി. അപ്പോൾ അവർ പറയുന്ന കാര്യം, ക്യാമറ പതിച്ചിരിക്കുന്ന മിസൈലുകൾ തൊടുത്തുവിട്ടാണ് അമേരിക്കയുടെ കപ്പലിനെ ആക്രമിക്കുന്നത്. അപ്പം അങ്ങനെ ആകുന്ന സമയത്ത് ഏകദേശം ഈ ലക്ഷ്യത്തിലെത്തുന്നവരെയും ഈ തീപിടുത്തം ഉണ്ടാകുന്നവരെയൊക്കെ കൃത്യമായ രീതിയിൽ ലൈവ് പോലെ ഈ സംഗതികൾ കാണാൻ വേണ്ടിയിട്ട് യമന് സാധിക്കും. അത് വീഡിയോ റെക്കോർഡാക്കിയിട്ട് സോഷ്യൽ മീഡിയയുടെ മറ്റ് രീതിയിലോ ലോകത്തെ കാണിക്കുന്ന ഒരു പ്രവർത്തനം യമൻ നടത്തുന്നുണ്ട് എന്നതിനാൽ ഇത് നിഷേധിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല. ഏതെങ്കിലും തരത്തിൽ യമന്റെ ഒരു പരാജയം അല്ലെ യമന്റെ ശക്തിക്ക് ഒരു ക്ഷയമുണ്ടാവുക എന്നുള്ളത് നിർബന്ധമായും അമേരിക്കയുടെ അതൊരു അഭിമാന വിഷയമായി മാറിയിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏതാനും അങ്ങനെയുണ്ട്. യമന്റെ ഭാഗത്തുനിന്ന് വരുന്ന മിസൈലുകളാണ് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കാത്തതും പ്രതീക്ഷിച്ച രീതിയിൽ തകർക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നത്. വലിയ സാമ്പത്തിക മുടക്കാണ് ഒരു മിസൈലിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത്. മിസൈൽ ഉണ്ടാക്കുന്നതിന്റെ ഏകദേശം 300 ഇരട്ടിയെങ്കിലും പണം ചെലവുണ്ട് എന്ന് പറയുന്നു, പ്രതിരോധിച്ചുകൊണ്ട് ആകാശത്ത് വെച്ച് തകർക്കാൻ വേണ്ടിയിട്ട്. ആ തകർക്കുന്നതിന്റെ ചീളുകൾ വീണ ഭാഗങ്ങൾ പോലും ചില സമയത്ത് തീപിടുത്തം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിശക്തമായിരിക്കുന്ന മിസൈൽ 2000 കിലോമീറ്റർ വൈദൂരത്തിൽ ലക്ഷ്യം കണ്ടുകൊണ്ട് ആക്രമിക്കുന്നതിന്റെ പ്രയാസം, അതിന്റെ ഈ നാണക്കേട് ഇസ്രായേലിന് ഒഴിഞ്ഞു പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനത്തെക്കുറിച്ച് പലതരത്തിൽ ആലോചിച്ചിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു പ്രയാസം അതിലുണ്ട്. ഒന്നാമത്തത്, രാജ്യം കടന്നു പോകണം. അത് സൗദി അറേബ്യയും ജോർദാനും കടന്നിട്ട് വേണം ഈ യമനിലെത്താൻ. അത് ഈ രണ്ട് രാജ്യവും അനുവദിക്കില്ല എന്നുള്ളത് ഏറെ തീരുമാനിച്ചതാണ്. അത് അവരവരുടെ നിലപാട് പറഞ്ഞതാണ്. അങ്ങനെ അവരുടെ അനുവാദമില്ലാത്ത രീതിയിൽ ഇത്തരമൊരു ആക്രമണം ഉണ്ടാകുന്ന സമയത്ത് ഇസ്രായേൽ വിടുന്ന മിസൈലുകളെ സൗദിയുടെയോ ജോർദാന്റെയോ ഭൂപ്രദേശത്ത് വെച്ച് തകർക്കാൻ സാധ്യതയുണ്ട് അവരുടെ സൈനികർ. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് യുദ്ധത്തിൽ അവർ പങ്കാളിത്തം ചേരുമെന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. തങ്ങളുടെ മിസൈലിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശത്രുവാണ് എന്ന് പ്രഖ്യാപിക്കുകയും അതോടൊപ്പം തന്നെ യുദ്ധം ചെയ്യുന്നവരോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ വരുന്ന സമയത്ത് സൗദി അറേബ്യയോ ജോർദാനോ ഒക്കെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ പരസ്യമായ രീതിയിൽ ആയുധ യുദ്ധത്തിന് വേണ്ടി നേതൃത്വം നൽകുന്നവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ യുദ്ധം വ്യാപിക്കുകയും ഇസ്രായേലിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവും. അത് ഒരു ഭാഗം കിടക്കുന്നു. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ കുടുങ്ങി എന്ന് പറയുന്ന രീതിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ചെങ്കടലെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധാരണഗതിയിൽ ഒരു രാജ്യം ഇടപെടുന്ന ഇടപെടലാണ് ആദ്യഘട്ടത്തിൽ അമേരിക്കയിൽ ഇടപെട്ടത്. മാത്രമല്ല അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടി അവരുമായിട്ട് സഹകരിച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഈ യമനെ ഇല്ലാതാക്കാൻ വേണ്ടി സാധിക്കും, അല്ലെ യമനെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി സാധിക്കും എന്ന് അവർ കണക്കുകൂട്ടലൊക്കെ തെറ്റി അറബ് രാജ്യങ്ങൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. അതോടുകൂടി അമേരിക്ക ഒറ്റപ്പെട്ടു. അമേരിക്കയോടൊപ്പം ഈ ബ്രിട്ടൻ ചേർന്നു. ഏത് സമയത്തും ബ്രിട്ടൻ ചേരാറുണ്ട്. ബ്രിട്ടൻ ചേർന്നു. ബ്രിട്ടൻ UN സഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ ഇവിടുന്ന് ആക്രമണം നടത്തുന്ന വിഭാഗത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പ്രമേയം പാസ്സാക്കിയെടുത്തു. ആ പാസ്സാക്കിയതിനു ശേഷം അവർ 15 തവണയെങ്കിലും ആക്രമണങ്ങൾ നടത്തിയെന്ന് പറഞ്ഞു. ആ സമയത്ത് മാത്രം അക്രമത്തിൽ വലിയ നാശങ്ങളൊക്കെ ഉണ്ടായി എന്ന് അമേരിക്ക അവകാശപ്പെട്ടു. അതൊന്നും യമൻ സ്ഥിരീകരിച്ചിട്ടില്ല. 24 മണിക്കൂറിനിടെ തിരിച്ചടിയുണ്ടായി. ആ തിരിച്ചടിയിൽ അമേരിക്കയുടെ കപ്പലിന് സാരമായിരിക്കുന്ന പരിക്കേറ്റു. പിന്നീട് ബ്രിട്ടന്റെ കപ്പലിനും അങ്ങനെ ഉണ്ടായി. യുദ്ധക്കപ്പലുകൾക്കൊന്നും സുരക്ഷിതമായ രീതിയിൽ നിലനിൽക്കാൻ പറ്റാത്ത ഒരു പ്രദേശമായി ചെങ്കടലിലെ ഏരിയകൾ മാറി. അങ്ങനെയാണ് അബ്രഹാം ലിങ്കൺ പേരുള്ള കപ്പൽ, പടക്കപ്പലാണ്. 6 പടക്കപ്പലിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പടക്കപ്പലാണ് അവിടുന്ന് ചെങ്കടലിൽ നിന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് അമേരിക്ക മാറ്റുകയും ചെയ്തത്. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആദ്യഘട്ടത്തിലുള്ള
അമേരിക്കയുടെ ആക്രമണത്തിൽ ഏകദേശം 48ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നത് 52 വരെ ആവാൻ സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 2-3-4 ആൾക്കാരുടെയൊക്കെ നില അതീവ ഗുരുതരമാണെന്ന്. പിന്നീട് ഒരു റിപ്പോർട്ടിൽ 52 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വിവരം പറഞ്ഞു. അതിനുശേഷമാണ് ഈ പറയപ്പെട്ട ഹാരിസ് ട്രൂമാൻ എന്ന് പറയുന്ന യുദ്ധക്കപ്പലിന് നേരെ, യുദ്ധ വിമാന വാഹിനി കപ്പൽ, അതിന് നേരെ ശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടായത്. ഒരാക്രമണത്തിൽ തന്നെ വലിയ രീതിയിലുള്ള നഷ്ടങ്ങളും ഈ വിമാനത്തിന് തീപിടിച്ച റിപ്പോർട്ടും പുറത്തു വന്നു. രണ്ടാമത്തെ ആക്രമണത്തിന് 72 മണിക്കൂറിനിടയിൽ വീണ്ടും ആക്രമണം നടന്നതോടുകൂടി പ്രതിരോധിക്കാൻ സാധിക്കാത്ത വിധം വലിയ പ്രയാസം അമേരിക്കയുടെ കപ്പൽ നേരിട്ടതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്, ഉൾവലിയാണ് ചെയ്തത്. 1300ഓളം കിലോമീറ്റർ വൈദൂരത്തിലേക്ക് ചെങ്കടലിൽ നിന്ന് അവർ പിൻവാങ്ങി എന്നാണ് പറയുന്നത്. ഇപ്പൊ 1300 കിലോമീറ്ററും ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണമാണ് പിന്നീട് യമന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഏകദേശം 6ാമത്തെ തവണയാണ് ആക്രമണം നടത്തുന്നത്. ഇപ്പോഴത്തെ ആക്രമണത്തെ കുറിച്ചിട്ട് യമന്റെ ഭാഗത്തു നിന്ന് പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ സുരക്ഷിത മേഖലയിൽ കടന്നു കയറുകയും തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ വധിക്കുകയും തങ്ങളുടെ അതിർത്തികൾ തങ്ങളുടെ അനുവാദമില്ലാതെ കയറുകയും ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണ്. ആ പ്രവൃത്തിയാണ് അമേരിക്ക ചെയ്തത്. തീർച്ചയായിട്ടും ഞങ്ങൾ തിരിച്ചടിക്കത്തന്നെ ചെയ്യും. ആ തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ കപ്പലിനെ ആക്രമിച്ചത് എന്നുള്ളതും, അതോടൊപ്പം തന്നെ മറ്റൊരു പ്രസ്താവന കൂടി പുറത്തു വന്നത്, പലസ്തീൻ ഒറ്റക്കല്ല, ഞങ്ങളും കൂടെ ഉണ്ട്, തീർച്ചയായിട്ടും നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇസ്രായേലിനെതിരെയുള്ള യുദ്ധത്തിൽ ഞങ്ങളുടെ അവസാനം വരെ പങ്കാളിത്തം വഹിക്കുമെന്ന് യമൻ പറഞ്ഞതോടുകൂടി അത് ഒന്നുകൂടി യുദ്ധത്തിന് വലിയ രീതിയിലുള്ള ഒരു തീക്കനലായിട്ട് തന്നെയാണ് ഇസ്രായേൽ അതിനെ കാണുന്നത്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നടത്തിയ, അതായത് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേൽ കാലുമാറിക്കൊണ്ട് ഈ വെടിനിർത്തൽ കരാറിന്റെ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ടാണ് ഗസയിൽ ആക്രമണം നടത്തിയത്. 500ഓളം ആളുകൾ മരണപ്പെട്ട പേരാണ് പുറത്തു വന്നത്. 400 ചെല്ലാൻ റിപ്പോർട്ട് ചെയ്തു. പിന്നീട് ഏകദേശം അത് 500 ആയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നു. അതിനുശേഷം മറ്റൊരു ആക്രമണത്തിൽ 50ലേറെ പേർ കൊല്ലപ്പെട്ട വിവരങ്ങളും പുറത്തു വന്നു. ഈ 2 ആക്രമണവും ലോകം മുഴുവൻ ആകെ അപലപിച്ച ആക്രമണമാണ്. അമേരിക്ക മാത്രമാണ് അതിനെ എതിർക്കാതെ നിന്നത്. അതിന് പറയുന്ന കാര്യം, അമേരിക്കയുടെ പിന്തുണയോടുകൂടി, ഒരുപക്ഷെ അമേരിക്കയുടെ സൈനികരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ്. ഇപ്പോഴത്തെ പ്രത്യേകമായിരിക്കുന്ന ഒരു പ്രതിസന്ധി സാഹചര്യത്തിൽ, കാരണം യുദ്ധവിരാമമാണ് തന്റെ ലക്ഷ്യമെന്ന് അധികാരത്തിലേറുന്നതിന് മുമ്പ് പ്രസ്താവിച്ച ഡൊണാൾഡ് ട്രംപിന്റെ കീഴ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്രമണം നടത്തണമെങ്കിൽ 100% അമേരിക്കയുടെ പിന്തുണയില്ലാതെ നടത്താൻ വേണ്ടി സാധിക്കില്ലെന്ന് ലോകത്തിന് അറിയാവുന്നതാണ്. അപ്പോൾ പറയുന്ന കാര്യം, യഥാർത്ഥത്തിൽ പ്രവൃത്തി ചെയ്യുന്നത് ഇസ്രായേൽ ആണെങ്കിലും അതിന് സാഹചര്യങ്ങളും അതിന് സഹായം ചെയ്യുന്നത് അമേരിക്കയാണ്. അമേരിക്ക യുദ്ധത്തിലുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇതിന് മുൻപ് തന്നെ യമൻ പറഞ്ഞൊരു കാര്യമാണ്, ഞങ്ങൾ യുദ്ധം ചെയ്യുന്ന ഇസ്രായേലിനോട് മാത്രമല്ല അമേരിക്കയോട് കൂടിയാണ്. അമേരിക്കയുടെ നയങ്ങളും നിലപാടുമാണ് ഇസ്രായേലിനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. 1 മണിക്കൂറെങ്കിലും അമേരിക്ക ആയുധം നൽകാത്തൊരു സാഹചര്യം ഉണ്ടായാൽ ഇസ്രായേൽ ആ സമയത്ത് തന്നെ പരാജയപ്പെടുമെന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുൻപ് ഇറാൻ പറഞ്ഞത്. ഇറാന്റെ മുൻ പ്രസിഡന്റ്, മരണപ്പെട്ട പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കാര്യമാണ്. അത്ര വലിയ ഖനമുള്ള കാര്യമൊന്നുമല്ല. അമേരിക്ക ചേർന്ന് നിന്നുകൊണ്ട് ഒരു യുദ്ധം ചെയ്യുന്നു. ഇസ്രായേലാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾക്കത് കൃത്യമായ രീതിയിൽ അറിയാവുന്നതാണ്. അവരാണ് യുദ്ധം ചെയ്യുന്നത്, അവരാണ് യുദ്ധം ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരില്ലാതാകുക അല്ലെങ്കിൽ അവരെ ശക്തി ക്ഷയിക്കുന്ന സമയത്ത് മാത്രമേ ഓട്ടോമാറ്റിക്കായിട്ട് ഇസ്രായേലിന്റെ ശക്തി ക്ഷയിക്കൂ എന്ന് അദ്ദേഹം അത് അന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് അറബ് ലോകത്തോടായിട്ട് അഭിമുഖം നടത്തിക്കൊണ്ട് പറയുന്ന കാര്യമാണ്. അറബ് ലോകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വെറും ഒരു പാലസ്തീൻ ഇസ്രായേൽ യുദ്ധമല്ല, വെറും ഒരു പാലസ്തീൻ ലെബനാൻ യുദ്ധമല്ല, വെറും ഒരു പാലസ്തീൻ സിറിയൻ യുദ്ധമല്ല. ഈ യുദ്ധം നിങ്ങളെ നേരെ തന്നെ വരും. ആ സമയത്ത് മാത്രമാണ് നിങ്ങൾക്കത് മനസ്സിലാവുക. അതിന് ചെയ്യേണ്ട കാര്യം, ഇസ്രായേലിനെതിരെ ആരാണോ പോരാട്ടം നടത്തുന്നത് അവരോടൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്ഥിതി നിങ്ങളിൽ ഉണ്ടാവണമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിന്റെ ഒരു തുടർച്ചയായിട്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു പരിണത ഫലം പോലെയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിന്റെ നിലപാട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.